ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും 150 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ഒരു വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. 4 സെൻറ്റ് 500 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1618 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. 600 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് ഏരിയയും കൂടി വരുന്നുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷനുള്ള പ്രൊവിഷനും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അഞ്ച് മീറ്ററാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റോഡ് വന്നുള്ളത്. ടൈല് വിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റും. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. 2 സൈഡിലും ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗേറ്റിന് CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ്. 2 വലിയ വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. അപ്പം SUV സെഡാനോ ഏതും ആയിക്കോട്ടെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. അപ്പം ഈ സൈഡാണ് വെസ്റ്റ് സൈഡായിട്ട് വരുന്നത്. ധാരാളം സ്പേസ് ഉണ്ട്. ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ് താഴെ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിലേക്ക് വരാം. ഈ ഭാഗത്തായിട്ടാണ് കിണർ വന്നുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള കിണർ തന്നെയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കൂടാതെ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ്. വെട്ടുകൾ പ്രദേശമാണ്. അപ്പോൾ വെള്ളത്തിന് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ടാപ്പും വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഒരു സ്പേസിൽ ഇവിടെ നമുക്കൊരു പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് കയറാം. ഇവിടെയായിട്ട് 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് 2 ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. നമുക്കിനി വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നമ്മളിപ്പോൾ ലിവിങ്ങിലാണ് നിൽക്കുന്നത്. കോർണർ സോഫ സെറ്റ് നമുക്ക് ഈ ഭാഗത്ത് ഇടാവുന്നതാണ്. ഒരു ടീപ്പോ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. നല്ല ലെങ്ത്തിലാണ് TV സ്പേസ് കിട്ടിയിട്ടുള്ളത്. ഫാൾ സീലിംഗിൽ ഭംഗിയുള്ള LED ലൈറ്റുകളും അതുപോലെ തന്നെ ഫാൾ സീലിംഗിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് TV സ്പേസിലേക്ക് വരാം. ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴെ കിട്ടിയിട്ടുണ്ട്. വലിപ്പമുള്ള TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. ഓപ്പൺ കിച്ചനും കൂടിയാണ്. വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും നമുക്ക് പാസ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ടൈലിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഭംഗിയുള്ളൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ വാഷ് കൗണ്ടറിലേക്ക് വരാം. വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ്. നാനോ വൈറ്റ് ഗ്രാനൈറ്റിന് മേലെ സിറയുടെ ഫിറ്റിങ്സ് ആണോ എന്നുള്ളത്. വലിപ്പമുള്ള മിറർ വരുന്നുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് DB യൂണിറ്റ് വന്നുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള വാഷ് കൗണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ പ്രധാന അട്രാക്ഷൻ തന്നെ ഈ കൗണ്ടറാണ്. അപ്പോൾ ഇത് നാനോ വൈറ്റ് ആണ്. നമുക്ക് ചെയർസ് അകത്തേക്ക് ഇടാവുന്ന രീതിയിൽ സ്പേസും ഉണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇങ്ങനെ L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വീഴ്ചിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഇവിടെ ക്വാളിറ്റി ഉള്ള സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. അപ്പോൾ വശങ്ങളിലെല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സായി കൊടുത്തിട്ട് ഭംഗിയാക്കാവുന്നതുമാണ്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് വന്നിരിക്കുന്നത് സൗത്തിലേക്കാണ്. അപ്പം ഇവിടെ നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു വാട്ടർ പോയിൻ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ 2 വശങ്ങളും നമ്മൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടച്ചുറപ്പുള്ള നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ലാബ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിങ്കും കാര്യങ്ങളും കൊടുക്കാനായിട്ടുള്ള പ്ലംബിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഉണ്ട്. ഓൾറെഡി ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഒരു 12 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. അപ്പം ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്.
മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് വന്നിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. പെഡസ്റ്റൽ ടൈപ്പിൽ വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡയവെറ്റർ എല്ലാം സിറയുടെ തന്നെയാണ്. സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു PVC ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിങ്ങിലേക്ക് പോകാം. നേരെ മേലേക്ക് കയറുകയാണ്. കയറുന്നതിന് മുമ്പായിട്ട് കയറി വരുന്ന ലിവിങ് സ്പേസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. അതായത് സ്റ്റെയറിൻ്റെ സൈഡിൽ വരുന്ന സ്പേസ് ആണ്. ഇവിടെയായിട്ട് ധാരാളം സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിളോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ടോ റീഡിങ് സ്പേസ് ആയിട്ടോ ഒക്കെ നമുക്ക് കുഷനൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഇൻവെർട്ടറിലൊരു സ്പേസും കൊടുത്തിട്ടുള്ളത്. മേലേക്ക് കയറാം. സ്റ്റെപ്പിനൊന്നും ഹൈറ്റ് ഒരുപാട് കൊടുത്തിട്ടില്ല. ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പർ ലിവിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബീമിലെല്ലാത്തിലും LED ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് മിറർ വന്നിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. 12 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഫാൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ വാർഡ്രോബ്സ് കൊടുത്തുള്ളത്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-way മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കൊന്ന് പോവാം. അതിവിശാലമായുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ഫുൾ ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പം അലക്കി വിരിച്ചിടാനൊക്കെ ഇത് തന്നെ ധാരാളമാണ്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. പിന്നെ ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറാനാണെങ്കിൽ ഇങ്ങനെ ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസേറ്റ് നമുക്ക് യൂസ്ഫുള്ളാണ്. അതും ഡ്രസ്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ബാൽക്കണി കൊടുത്തുള്ളത്. ഈ സൈഡിലൊക്കെ നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ പ്ലാന്റ്സ് വയ്ക്കാവുന്നതാണ്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. കൊടുത്തിരിക്കുന്ന ടൈല് 4x2 മാറ്റ് ഗ്രേ ടൈലാണ് കൊടുത്തുള്ളത്. സ്റ്റെപ്പിൽ വെള്ളം വീഴുന്നതുകൊണ്ടാണ് തെന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റ് ടൈല് കൊടുത്തുള്ളത്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. പിന്നെ നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4.5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1618 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇത് കൂടാതെ യൂട്ടിലിറ്റി സ്പേസ് ഷീറ്റ് ഇട്ട് വരുന്നുണ്ട്. അതുപോലെ വർക്ക് ഏരിയ വരുന്നുണ്ട്. കാർ പോർച്ച് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. KW വാട്ടറിൻ്റെ പ്രൊവിഷനും അവൈലബിൾ ആണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 70 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.